വാർദ്ധക്യമെത്തി മരണത്തെ മുഖാമുഖം കണ്ടു കിടക്കുന്ന ഒരു വൃദ്ധനായ പ്രവാചകനെ കുറിച്ചാണ് പറയുന്നത്. ആ പ്രവാചകൻ ആരാണ്? സക്കരിയ നബി അലൈഹിസ്സലാം. അദ്ദേഹം മരിക്കാൻ കിടക്കുകയാണ്. മരിക്കാൻ കിടക്കുമ്പോൾ എന്താണ് അദ്ദേഹത്തിന്റെ ആഗ്രഹം? എന്താ സുഹൃത്തുക്കളെ മരിക്കാൻ കിടക്കുമ്പോൾ അദ്ദേഹത്തിന്റെ ആഗ്രഹം? ഞാൻ പറഞ്ഞത് വിശ്വാസം മനസ്സിൽ ഉറക്കുമ്പോൾ, പരലോകം പ്രധാന വിഷയമാകുമ്പോൾ മനുഷ്യനുണ്ടാവേണ്ട ആഗ്രഹങ്ങളുടെ സ്വഭാവങ്ങൾ മാറും, സ്വപ്നങ്ങൾ മാറും, പ്രതീക്ഷകൾ മാറും. എന്താ അദ്ദേഹത്തിന്റെ ആഗ്രഹം? വാർദ്ധക്യത്തിൽ ഇങ്ങനെ ഒരു മുടി പോലും നിരക്കാൻ ബാക്കിയില്ലാതെ വയസ്സായി പടച്ചോനെ, എങ്ങനെ എവിടെയൊക്കെ ഒന്ന് കാല് പൊട്ടിയാൽ എല്ല് പൊട്ടും, നുരുമ്പിപ്പോവും എല്ല്. പിന്നെ എൻ്റെ തലയൊക്കെ നിരച്ചു, നിര കൊണ്ട് കത്താനായിട്ടുണ്ട്. അങ്ങനത്തെ അവസ്ഥയിലാണ്, ഒരു രോമം പോലും കറുത്തിട്ടില്ല. അപ്പൊ എനിക്ക് എന്താ ആഗ്രഹം? അങ്ങനത്തെ സമയത്ത് എന്താണ് ആഗ്രഹം സുഹൃത്തുക്കൾ? ഒരു കുട്ടി ഉണ്ടാകണം എന്നാണ് ആഗ്രഹം. അത് ദുനിയാവിൻ്റെ ആഗ്രഹമാണോ? ഞാൻ മരിച്ചു പോകുമ്പോൾ ഒരു കുട്ടിയില്ലല്ലോ എനിക്ക്, അതുകൊണ്ട് ഒരു കുട്ടി ഉണ്ടാവണമെന്ന സ്വപ്നമാണോ? അദ്ദേഹത്തിന് ഒരു കുട്ടി ഉണ്ടാവണം എന്ന ആഗ്രഹം ഉണ്ടെങ്കിലും അത് അദ്ദേഹത്തിന്റെ ദീനിന് വേണ്ടിയാണ്. അതിന്റെ വ്യാഖ്യാനത്തിൽ കാണാൻ പറ്റും അദ്ദേഹത്തിന് മനസ്സിലൊരു ബേജാർ. എന്താ ബേജാർ അറിയോ? ഞാനണ്ട് മരിച്ചു പോയാൽ ഈ നാട്ടിൽ ഇനി ആരാണ് ഈ ദീനിനെ കൊണ്ടുനടക്കുക? അതാണ് അദ്ദേഹത്തിന്റെ ബേജാറ്. ഇനി ഇവിടെ ഒരു പ്രവാചകനില്ല, അതുകൊണ്ട് ഞാൻ മരിച്ചു പോയി കഴിഞ്ഞാൽ ആരായിരിക്കും ഈ ദീനിനെ കൊണ്ടുനടക്കുക എന്നുള്ള ബേജാറാണ് അദ്ദേഹത്തിന്. എരിത്തുനി വയരുത്തുമിൻ ആരി യാക്കൂബ്, എന്നെ അനന്തരമെടുക്കാൻ, ഈ യാക്കൂബ് കുടുംബത്തെ അനന്തരമെടുക്കുവാനുള്ള ഒരാളെ എനിക്ക് തരണം. അങ്ങനത്തെ കുട്ടിയാണ് സുഹൃത്തുക്കൾ. നല്ല സമ്പന്നനായ മുതലാളിയായ എൻ്റെ അനന്തര സ്വത്തുക്കളെ കാക്കാൻ പറ്റുന്ന നല്ല കഴിവും ബുദ്ധിയൊക്കെ ഉള്ള ഒരാൾ എന്നല്ല. പടച്ചോനെ, നീ തൃപ്തിപ്പെടുന്ന, നിനക്കിഷ്ടപ്പെടുന്ന ഒരു നല്ല സ്വാലിഹായ സദ്വൃദ്ധനായ ഒരു മകനെ എനിക്ക് തരണേ. എൻ്റെ കുടുംബത്തെ അനന്തരമെടുക്കാൻ, ദീനിനെ അനന്തരമെടുക്കാൻ എനിക്കൊരു അനന്തരഗാമിയെ തരണേ എന്നാ ചോദിക്കണം. സുഹൃത്തുക്കളെ, ഇതൊരു പ്രധാന കാര്യമാണ്. പ്രസംഗിക്കുമ്പോൾ എന്തെങ്കിലും പറയണം എന്ന് വിചാരിച്ച് ഞാൻ പറഞ്ഞതല്ല. ഞാൻ ഈ ഒരു സ്ഥാപനത്തിന്റെ വാർഷികം എന്ന നിലക്ക് നല്ലവണ്ണം ആലോചിച്ചും ചിന്തിച്ചുമാണ് പറയുന്നത്. ഞാൻ ആത്മാർത്ഥമായി നമ്മളോട് ചോദിക്കും, നമുക്കങ്ങനെ ഒരു സ്വപ്നമുണ്ടോ? ഞാൻ മരിച്ചു പോയാൽ ഈ ദീനിന് വരുന്ന ഒരു പരിക്കിനെ കുറിച്ച്, ഈ ദീനിന് വരുന്ന ഒരു പ്രശ്നത്തെക്കുറിച്ച് നമുക്ക് ആർക്കെങ്കിലും വല്ല ബേജാറും ഉണ്ടോ? ആ ബേജാറാണ് അടിസ്ഥാനപരമായ ബേജാർ. ഞാൻ ആലോചിക്കുന്ന എന്താ പറയുക, എൻ്റെ പെരിന്തൽമണ്ണയിലെ പരിസരത്തുള്ള ഒരു സ്ഥലത്ത് കുറച്ച് റിട്ടയർഡ് ആയിട്ടുള്ള അറബി മാഷന്മാർ, അവര് എന്ത് ചെയ്തു എന്ന് വിചാരിച്ചാൽ, പിന്നെ ഒരു ദിവസം വന്നിട്ട് എന്നോട് പറഞ്ഞു, പിന്നെ ഞങ്ങളുടെ നാട്ടിലൊരു പള്ളി വേണം. അപ്പം അദ്ദേഹം പറഞ്ഞു, 30 കൊല്ലം മുമ്പ് ഞങ്ങളൊരു പള്ളിക്ക് വേണ്ടി ശ്രമിച്ചതാണ്. 30 കൊല്ലം മുമ്പ് ഒരു പള്ളിക്ക് വേണ്ടി, പക്ഷെ നടക്കാതെ പോയി. ഇനി 30 കൊല്ലം കഴിഞ്ഞിട്ടാണ് അവരൊരു പള്ളിക്ക് വേണ്ടി ശ്രമിക്കണം. ഒരാൾ 10 സെന്റ് സ്ഥലം കൊടുത്തു, പള്ളീൻ്റെ പണി നടക്കുന്നു, പള്ളി ഏകദേശം പകുതി പണി നിൽക്കുന്നു. വളരെ പെട്ടെന്ന് ആ കാര്യങ്ങളൊക്കെ അള്ളാഹിന്റെ തൗഫീഖ് കൊണ്ട് മുന്നോട്ട് പോയി. അപ്പം ഞാൻ ചിന്തിച്ചത് തരാം, 30 കൊല്ലം അവിടുത്തെ മുജാഹിദുകൾ ഒരു സുന്നി പ്രദേശത്ത് ജമാഅത്തിന് പള്ളിയിൽ ശരിക്ക് പോകാൻ സൗകര്യമില്ലാതെ അവരെന്ത് ചെയ്തോടെ കഴിച്ചുകൂട്ടി 30 കൊല്ലം. ഇപ്പം ഞാൻ ആലോചിക്കും, അവരൊക്കെ ഗവൺമെന്റ് ജോലി കിട്ടി, ഉദ്യോഗം കിട്ടി, 10, 30, 40, 50 സെന്റ് സ്ഥലമുണ്ടായിട്ട് അവരിൽ ഒരാൾക്ക് തോന്നിയില്ല ഒരു 5 സെന്റ് സ്ഥലം കൊടുക്കാം. ആ നാട്ടിലെ വലിയൊരു മുതലാളി അങ്ങാടിയിൽ ഒരു 10 സെന്റ് സ്ഥലം അവർക്ക് കൊടുക്കുന്നത് വരെ ഒരു പള്ളി അവർക്ക് സാധ്യമായില്ല. ഞാൻ പറഞ്ഞ സ്വപ്നങ്ങളില്ല. എൻ്റെ മക്കൾക്ക് വീട് വേണം, ഞാൻ മരിച്ചു പോയാൽ എൻ്റെ ഭാര്യ വിധവയായി താമസിക്കാൻ അവൾക്ക് വീട് വേണം. അതുകൊണ്ട് പലപ്പോഴും അനന്തരാവകാശികൾ പെൺകുട്ടികൾ മാത്രമാവുമ്പോൾ ചില ആൾക്കാർ വീട് പെണ്ണുങ്ങളെ പേരിലാക്കി വെക്കും, ഭാര്യൻ്റെ പേരിലാക്കി വെക്കും. അതെന്തിനാ? ഞാൻ മരിച്ചു പോയാൽ ഓളെ ഇവിടുന്ന് ഇറക്കണ്ടെന്ന് വിചാരിച്ചിട്ട് എന്ത് ചെയ്യും, പേരിലാക്കി വെക്കും. മരിച്ചു ആൾക്കാർ. നമുക്ക് എല്ലാ കാര്യത്തിലും ബേജാറുണ്ട്. നമ്മുടെ ദീനിന്റെ കാര്യത്തിൽ സക്കരിയ നബി അലൈഹി സ്വലാമിന് ഉണ്ടായ പോലെ ഒരു ബേജാറ്, ആ ബേജാറ് പ്രധാനമാണ്. അത് പ്രധാനമാണ്. നമ്മൾ ഇവിടുന്ന് പോയാൽ എൻ്റെ കുട്ടികൾ പള്ളിയിൽ പോകുമോ, നിസ്കരിക്കോ, എന്ത് കാര്യങ്ങളുണ്ടാകും എന്നൊരു ബേജാറ്. സത്യത്തിൽ ആ ബേജാറ് നമ്മുടെ മക്കളെക്കുറിച്ച് ദീനിയായിട്ട് അവർ നല്ലവരായി വളർന്നു വരിക എന്നുള്ളതാണ് നമ്മുടെ ഭാവിക്ക് ഏറ്റവും പ്രധാനം. അതുകൊണ്ടാണ് എനിക്കൊരു മകനെത്താ എന്ന് അള്ളാഹുവോട് ആര് പറഞ്ഞത്? സക്കരിയ നബി. ഒരു മകൻ കിട്ടിയാൽ മതി. ഈ നാടിലെ ദീനിനെ നയിക്കാൻ പറ്റുന്ന, അള്ളാഹുവിന് ഇഷ്ടപ്പെട്ട തൃപ്തിയുള്ള ഒരാളെ കിട്ടിയാൽ എനിക്ക് സമാധാനത്തോടെ മരിക്കാം. എൻ്റെ കാലശേഷവും ദീന് കൊണ്ടുനടക്കാൻ ഇവിടെ ആളുകൾ ഉണ്ടാകും എന്ന്. നമ്മുടെ മക്കളാണ് സുഹൃത്തുക്കളെ. നമ്മുടെ മക്കൾ നല്ലവരാണോ, ആ നന്മയാണ് നമ്മുടെ ഭാവിയുടെ.